മുഖ്യത്തച്ഛൻ 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 ഇതാ മുഖ്യത്തച്ഛ. എന്താണ് മുഖ്യത്തച്ഛൻ നിങ്ങളല്ലേ? അടുത്തവർ പറഞ്ഞല്ലോ നിങ്ങളാണ് തടിച്ച ആള് മുഖ്യത്തച്ഛനാണ്. എന്താ കൊണ്ട്? അല്ല സാറേ, അതെ ഇവിടെ ഈ ഓഫീസിലുള്ളവർക്ക് എന്താ പറ്റി? എന്താണ്? അല്ല, ഞാൻ രാവിലെ തന്നെ ഒരു അപ്ലിക്കേഷനും കൊണ്ട് വന്നാണേ. ചുവന്ന മസ്തി കൊണ്ട് കുത്തി പറഞ്ഞ് ഇനി നിങ്ങൾക്ക് കുത്തി പറയാൻ സ്ഥലമില്ല. നോക്കി നിങ്ങൾ നോക്കി, ഇതാ ഇത് നോക്കി ഉണ്ടോ? എന്താ ഇതെന്താ പ്രശ്നം അറിയാമോ? നിങ്ങൾ അതായത് ഒരു പുതിയ ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ലാംഗ്വേജ് മലയാളം കമ്പൽസറി ആക്കി. അല്ല, നമുക്കൊന്നുകൊണ്ട് കൂടിയിട്ടില്ല. അതായത് മറ്റ് സ്റ്റേറ്റുകളിൽ അവരുടെ മദർ ടങ് അവർ കംപ്ലീറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നത്. അത് ശരി. അപ്പൊ ചുരുക്കത്തിൽ നമ്മളിപ്പോ ഇത് ഇംഗ്ലീഷിലാക്കി തരണോ അല്ലേ? നിങ്ങളെന്താ പറഞ്ഞേ? നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? അല്ല തച്ചൻ സാറേ, നിങ്ങളിപ്പോൾ എന്തായാലും വെറുതെ കുത്തിരിക്കല്ലേ, അപ്പം നിങ്ങളിതൊന്ന് ഇംഗ്ലീഷിലാക്കി തന്നോട്ടെ. നിങ്ങൾക്ക് നമുക്ക് ആപ്ലിക്കേഷൻസ് കൊണ്ടുപോയിട്ട് മലയാളത്തിലാക്കി കൊണ്ടുപോകാം ആദ്യം. അല്ല, വേറെ ഒരുപാട് ജോലി തിരക്കുണ്ടെന്ന് ഇവിടെ. നമ്മൾ തച്ചനാന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ആക്കണോ അല്ലേ? കൊണ്ടുവരാം. ഓ, ഈ തച്ചൻ കോയ സാറേ. എന്താ? അസിസ്റ്റന്റ് എഞ്ചിനീയർ AE. അത് മതി, തച്ചൻ വേണ്ട. എന്നെ നിങ്ങൾ ആരും മലയാളീകരിക്കണ്ട കേട്ടാ. ആയിക്കോട്ടെ, ഞങ്ങള് ഉപരിമണ്ഡലവും മേധാവിയും ഒക്കെ ഉപരി അല്ലേ. ആയിക്കോട്ടെ സാറേ. സാറേ നമസ്കാരം. ഓ നമസ്കാരം. ഇരിക്കും. സാറേ, ഞാൻ വന്നതേ നമ്മുടെ ഒരു അയൽവാസി ഒരു പരാതി തരാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഓ, ആരത്? ഒരു മൊയ്തു എന്ന് പറഞ്ഞിട്ട് പൊക്കം കുറഞ്ഞിട്ട് ഒരു തലയെക്കെട്ടൊക്കെ ഉള്ള. ഓ, മൊയ്തു. എനിക്ക് ഓർമ്മയുണ്ട്. അയാളൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ അയാളൊരു പരാതി പറയാൻ വന്നതാണ്. പക്ഷെ നിങ്ങളിവിടെ പറയിപ്പിച്ചില്ല എന്ന് പറഞ്ഞു പുള്ളി. അയ്യോ, അങ്ങനെ ഉണ്ടാവില്ല. അതെ, ഞാനാണ് പുള്ളിക്ക് അപേക്ഷ എഴുതി കൊടുത്തു വിട്ടതേ. അപ്പൊ അത് പറയാൻ വന്നപ്പോൾ അത് മലയാളത്തിൽ കൊണ്ടുവരണം, ഇംഗ്ലീഷ് അതിലുണ്ടായി എന്നൊക്കെ പറഞ്ഞ്. ഓ, അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പോ ആപ്ലിക്കേഷൻസ് ഇനി കംപ്ലീറ്റ് മലയാളത്തിലേ പറ്റൂ. സാറേ, ഗവൺമെന്റ് ഓരോ ഉത്തരവിറക്കുന്നത് സാധാരണക്കാർക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടല്ലേ. അതെ. അത് ഈ അറിവില്ലാത്തവരെങ്ങനെയിട്ട് ഉപദ്രവിക്കാമോ സാറേ? ശരി. എന്തായിരുന്നു പുള്ളിയുടെ പരാതി? സാറേ, പുള്ളി ഒരു മിനിമം ചാർജാണ് ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഡൊമസ്റ്റിക് താരിഫ് ആയിരിക്കും. അതെ. പക്ഷെ അയാളുടെ വീട്ടിൽ എല്ലാ ഗൃഹോപകരണങ്ങളും ഉണ്ട്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മിനിമം ചാർജ് മതിയാവില്ലല്ലോ. അതെ. അത് എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു അപേക്ഷ എഴുതിയിട്ട് KSEB കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പരാതി പുള്ളി എന്നോട് പറയണ്ടേ? സാറേ, ആ മീറ്റർ ഒന്ന് മാറ്റി വെച്ചു കൊടുത്താൽ കൃത്യമായിട്ട് പൈസ KSEB കിട്ടുന്ന കാര്യമല്ലേ. അത് അടക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ പരാതിയായിട്ട് വന്നത്. ആ പരാതി ഉണ്ടല്ലോ അയാളുടെ, അത് മലയാളത്തിൽ എഴുതി വാങ്ങിക്കും കേട്ടോ. എന്നിട്ട് ഇവിടെ കൊണ്ടു തന്നാൽ മതി. സാർ അപ്പുറത്തോട്ടൊന്ന് കൈമാറരുത്. സാറ് തന്നെ ഒന്ന് ഇടപെടണം. ഞാനുണ്ടല്ലോ. ശരി സാറേ. സാർ, ഇവിടെ ആരെയും മുഖ്യത്തച്ഛൻ? എന്താ കാര്യം? അവനൊന്ന് കാണാനാണ്. എന്തിന്? അല്ല, മൊയ്തുക്കോ നോസോയ് അവനാണ് ഏറ്റവും മോശമായിട്ട് പെരുമാറിയെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ലീവിന് പോയിരിക്കുകയാണ്. വന്നാ പറയാം. എന്നാ പിന്നെ ഒന്ന് കാണാം. ഓ,